ഒരു 3 വർഷം മുൻപുള്ള വീഡിയോ ആണ്. ഒന്ന് കണ്ടു നോക്കൂ. ഉറക്കത്തിൽ എങ്ങനെ പറഞ്ഞു വരും? 10,000 എത്ര ചടക്കി ഇതേ നിങ്ങൾക്ക് പറ്റുള്ളൂ. നിങ്ങൾക്ക് വേറെ ആരെ പിടിക്കാൻ പറ്റില്ല. കുട്ടികളെ വൈകിട്ട് ഒരു മാപ്പിളമാർ ഒരു 3 പൈപ്പിൽ നിരത്തിപ്പോവും. ഒരിടത്തും പിടിക്കൂല. അത്യാവശ്യം പാവപ്പെട്ടാണ് മാത്രം പിടിക്കും. നോക്കിക്കുവാണങ്ങളൊക്കെ കണ്ണാടിക്കൽ വെച്ച് വാഹന പരിശോധന നടത്തുമ്പോൾ മോട്ടോർ സൈക്കിൾ ഓടിക്കുകയും ഒരു കയ്യിൽ മൊബൈൽ ഫോൺ പിടിച്ച് സംസാരിച്ചു കൊണ്ടുവരികയും ചെയ്ത ഒരാൾക്ക് ചെല്ലാൻ തയ്യാറാക്കി കൊടുത്തപ്പോൾ കുറ്റബോധം കൊണ്ട് സ്വന്തം ഫോൺ എറിഞ്ഞു ഉടച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരെ പുകഴ്ത്തി സംസാരിച്ച ആ നല്ലവനായ വ്യക്തിയെയാണ് നമ്മൾ കണ്ടത്. ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഉതിർന്നു വീണ തിരുവചനങ്ങൾ നമ്മൾ കേട്ടല്ലോ. കേരളം ഭരിച്ചിരുന്ന ഇടതു സർക്കാരിനെ ഭരണത്തിൽ നിന്ന് ഇറക്കി ഇപ്പോൾ UDF അധികാരത്തിൽ കയറിയതിന് കാരണം ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങളാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലമൊന്ന് ഓർത്തു നോക്കുക. റോഡിലിറങ്ങിയാൽ ക്യാമറ, എവിടെ നോക്കിയാലും പരിശോധന, സാധാരണക്കാരൻ്റെ പോക്കറ്റടിക്കുന്ന മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഫൈനുകൾ, LDF സർക്കാർ വാഹനയാത്രക്കാരെ പിഴിഞ്ഞ് ഖജനാവ് നിറയ്ക്കുന്നു എന്നതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. ജനങ്ങളുടെ ഈ സ്വാഭാവികമായ അമർഷത്തെ കൃത്യമായി വോട്ടാക്കി മാറ്റാൻ അന്ന് പ്രതിപക്ഷത്തിരുന്ന ഇന്നത്തെ ഭരണകക്ഷി കാണിച്ച ഒരു രാഷ്ട്രീയ നാടകമുണ്ട്. അധികാരം ലഭിച്ചാൽ AI ക്യാമറകൾ പിഴുതെറിയുമെന്നും വാഹന മോഡിഫിക്കേഷനുകൾക്ക് സർവ്വ സ്വാതന്ത്ര്യം നൽകുമെന്നും ഫൈനുകളില്ലാത്ത ഒരു മോട്ടോർ വാഹന സ്വർഗം കേരളത്തിൽ തീർപ്പാക്കുമെന്നും അവർ പലപ്പോഴും പരോക്ഷമായി സൂചിപ്പിച്ചിരുന്നു. അധികാരത്തിലേറാൻ വേണ്ടി എന്ത് പച്ചക്കള്ളവും വിളിച്ചു പറയാൻ യാതൊരു സങ്കോചവുമില്ലാത്ത ഒരു രാഷ്ട്രീയ സംഘമാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ആ വാഗ്ദാനങ്ങൾ. കേന്ദ്ര മോട്ടോർ വാഹന നിയമം എന്താണെന്നോ വാഹനത്തിൻ്റെ ഘടന മാറ്റുന്നതിനെതിരെ സുപ്രീം കോടതിയുടെ കർശനമായ വിധികൾ നിലവിലുണ്ടെന്നോ അറിയാത്തവരല്ല അവർ. പക്ഷേ വോട്ട് ബാങ്കുകൾക്ക് മുന്നിൽ നിയമത്തിൻ്റെ പുസ്തകങ്ങൾക്ക് എന്ത് പ്രസക്തി? അങ്ങനെ യുവാക്കളുടെ വാഹന ഭ്രമത്തെയും ആവേശത്തെയും ചൂഷണം ചെയ്ത് ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ നൽകി അവർ കേരളത്തിൻ്റെ അധികാരം പിടിച്ചു. എന്നാൽ ഭരണമാറ്റം വന്ന് അധിക നാൾ കഴിയും മുൻപേ ആ വലിയ നുണയുടെ കുമിളകൾ പൊട്ടിത്തുടങ്ങിയിരിക്കുകയാണ്. വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് വണ്ടി മോഡിഫൈ ചെയ്ത് നിരത്തിലിറങ്ങിയ യുവാക്കൾക്ക് മുന്നിൽ പഴയതിലും വലിയ തുകയ്ക്കുള്ള ഫൈൻ രസീതുകൾ വന്നു തുടങ്ങി. ഈ ഭരണമാറ്റം സാധാരണക്കാരന് നൽകിയ ഏറ്റവും വലിയ തിരിച്ചറിവ് എന്തായിരുന്നു എന്നറിയാൻ കുറച്ച് ദിവസം മുൻപ് പുറത്തു വന്ന ആ ടാക്സി ഡ്രൈവറുടെ വീഡിയോ മാത്രം കണ്ടാൽ മതി. തൻ്റെ അന്നദാതാവായ വാഹനത്തിൻ്റെ പിന്നിൽ ഒരു സാധാരണ ബമ്പർ ഗാർഡ് വച്ചതിന് ആ മനുഷ്യൻ ലഭിച്ചത് 5000 രൂപയുടെ പിഴയാണ്. കാക്കനാട് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസിൽ പോയി പരാതി പറഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥർ നൽകിയ മറുപടി വളരെ വ്യക്തമായിരുന്നു. ഓൺലൈൻ സിസ്റ്റമാണ്, ഭരണം മാറിയത് കൊണ്ടൊന്നും നിയമം മാറില്ല. അതായത് നേതാക്കൾ മൈക്കിലൂടെ പറയുന്ന നുണകൾ സിസ്റ്റം അംഗീകരിച്ച് തരില്ല എന്ന് ചുരുക്കം. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തായാലും ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്തായാലും നിയമം തന്നെയാണ്. ഒടുവിൽ ഗതികെട്ട് ആ മനുഷ്യൻ തന്നെ സ്വന്തം വണ്ടിയിലെ ആക്സസറികൾ അഴിച്ചുമാറ്റി മറ്റുള്ളവരോട് അപേക്ഷിക്കുകയാണ്. ഈ വാഗ്ദാനങ്ങൾ കേട്ട് ആരും വണ്ടിയിൽ പണി നടത്താൻ പോകരുത് എന്ന്. നുണകൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ ഒരു ഭരണകൂടത്തിൻ്റെ തനിനിറം ഇതിലും വ്യക്തമായി എങ്ങനെയാണ് ഒരു സാധാരണക്കാരന് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുക? വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് വഞ്ചിക്കപ്പെട്ട സാധാരണക്കാർ ഒരു വശത്ത് നെടുവീർപ്പിടുമ്പോൾ മറുവശത്ത് മറ്റൊരു കൂട്ടരുണ്ട്. ഭരണം തങ്ങളുടെ പോക്കറ്റിലാണെന്നും തങ്ങളുടെ ഇഷ്ടക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ രാജ്യത്തെ നിയമങ്ങളെല്ലാം തങ്ങൾക്ക് മുന്നിൽ വഴിമാറുമെന്നും വിശ്വസിക്കുന്ന തികഞ്ഞ വിവേകശൂന്യർ. ഈ അഹങ്കാരത്തിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കാസർഗോഡ് പള്ളിക്കരയിലെ ഒരു സർക്കാർ സ്കൂൾ ഗ്രൗണ്ടിൽ നാം കഴിഞ്ഞ ദിവസം കണ്ടത്. മഴക്കാലത്ത് കുട്ടികൾ കളിക്കുന്ന ഒരു സ്കൂൾ ഗ്രൗണ്ട് വാഹനങ്ങൾ കയറി ഇറങ്ങിയാൽ കന്നുപൂട്ടിയ പാടം പോലെയാകുമെന്ന സാമാന്യ ബോധം പോലുമില്ലാത്ത കുറേ വിഡ്ഢികൾ അക്ഷരം പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയ മുറ്റത്തേക്ക് സ്കൂൾ വിട്ട് കുട്ടികൾ മടങ്ങുന്ന സമയത്ത് യാതൊരു അനുവാദവുമില്ലാതെയാണ് CR7 എന്ന സ്റ്റിക്കർ ഒട്ടിച്ച കാറുകളുമായി അവർ അഭ്യാസ പ്രകടനത്തിനിറങ്ങിയത്. ലോകപ്രശസ്തനായ ഒരു ഫുട്ബോൾ കളിക്കാരൻ്റെ പേരും വണ്ടിയിലൊട്ടിച്ച് യാതൊരു വകതിരിവുമില്ലാതെ അവർ കാണിച്ചു കൂട്ടിയ ആ പ്രകടനങ്ങളെ ഒരു സാധാരണ വാഹന പ്രേമമെന്ന് വിളിക്കാൻ കഴിയില്ല. അത് തികഞ്ഞ അഹങ്കാരമായിരുന്നു. തൻ്റെ കാശിന് വാങ്ങിയ കാറിൽ താൻ പൈസ കൊടുത്ത് സ്റ്റിക്കർ ഒട്ടിച്ചാൽ ആർക്കെന്താണ് കാര്യമെന്ന് ചോദിക്കുന്ന ഈ വിവരക്കേടിൻ്റെ ഉത്ഭവം എവിടെ നിന്നായിരിക്കും? ഈ അവിവേകത്തിൻ്റെ മനഃശാസ്ത്രം ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. തങ്ങൾക്ക് യാതൊരു ഗുണവും ചെയ്യാത്ത സമൂഹത്തെ പിന്നോട്ട് നയിക്കുന്ന ചില രാഷ്ട്രീയ മത നേതാക്കളെ അന്ധമായി വിശ്വസിക്കുകയും അവർ വരയ്ക്കുന്ന വരയ്ക്കപ്പുറം ലോകമില്ലെന്ന് കരുതുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. തങ്ങളല്ലാത്തവരെ മുഴുവൻ ശത്രുക്കളായി കാണാൻ പഠിപ്പിക്കുന്ന, യഥാർത്ഥ മൂല്യങ്ങളെ ഇരുട്ടറയിൽ അടച്ച് സ്വയം നിർമ്മിച്ചെടുത്ത സങ്കുചിതമായ നിയമങ്ങളിൽ അഭിരമിക്കുന്ന ഒരു കൂട്ടം.
തങ്ങളുടെ നേതാക്കൾ എന്തു പറഞ്ഞാലും അത് വേദവാക്യമായി കണക്കാക്കുന്ന ഇവർക്ക് ഭരണഘടനയെക്കുറിച്ചോ രാജ്യത്തെ നിയമങ്ങളെക്കുറിച്ചോ യാതൊരു ബോധവുമില്ല. അധികാരം തങ്ങളുടെ നേതാക്കളുടെ കൈകളിലാണെന്ന മിഥ്യാബോധമാണ് ഇവർക്ക് വളമാകുന്നത്. ഞങ്ങളുടെ ആൾക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ എന്ത് തോന്നിവാസം കാണിച്ചാലും ആരും ചോദിക്കാൻ വരില്ല എന്ന അങ്ങേയറ്റത്തെ അഹങ്കാരം. കഴിഞ്ഞ കാലങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വ്യാജ കേസുകൾ ചുമത്തപ്പെട്ടപ്പോഴും നിരപരാധികൾ വേട്ടയാടപ്പെട്ടപ്പോഴും ഈ ഭരണകൂടത്തിലെ പല നേതാക്കളും എവിടെയായിരുന്നുവെന്നോ അവർ ആർക്ക് മുന്നിലാണ് ഓച്ചാനിച്ച് നിന്നിരുന്നതെന്നോ ഉള്ള ചരിത്രമൊന്നും ഈ വിട്ടികൾക്ക് ഓർമ്മയുണ്ടാകില്ല. കാരണം ചിന്തിക്കാനുള്ള കഴിവ് നേതാക്കൾക്ക് പണയം വെച്ചവരാണിവർ. ഈ സാംസ്കാരിക ശൂന്യതയുടെയും അന്ധമായ അനുസരണയുടെയും ബാക്കി പത്രമാണ് പള്ളിക്കര ഗ്രൗണ്ടിൽ അഴിഞ്ഞാടിയത്. ഈ സംഭവത്തിൻ്റെ ഏറ്റവും ത്രില്ലിങ്ങായ ഭാഗത്തേക്ക് വന്നാൽ സ്കൂൾ ഗ്രൗണ്ടിലെ അതിക്രമം ചോദ്യം ചെയ്യാൻ വന്ന അധ്യാപകരെ അവർ പുച്ഛിച്ചു തള്ളി. ഒടുവിൽ വിവരമറിഞ്ഞ് പോലീസ് ജീപ്പ് ഗ്രൗണ്ടിലേക്ക് കുതിച്ചെത്തി. യഥാർത്ഥത്തിൽ അവിടെ വച്ചെങ്കിലും ഈ അഭ്യാസികളുടെ തലയിൽ അല്പം വെളിച്ചം വരേണ്ടതായിരുന്നു. ഒരു രാജ്യത്തെ നിയമപാലകരാണ് തങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നതെന്ന് അവർ തിരിച്ചറിയേണ്ടതായിരുന്നു. പക്ഷേ അധികാരത്തിൻ്റെ ഹാങ് ഓവറിൽ മതിപറന്ന് നിൽക്കുന്നവർക്ക് അതെങ്ങനെ മനസ്സിലാക്കാനാണ്? പാതിക്കയ്യൻ ബനിയനുമിട്ട് കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വെല്ലുവിളിക്കുന്ന ആ ദൃശ്യങ്ങളൊന്ന് ഓർത്തു നോക്കുക. ധൈര്യമുണ്ടെങ്കിൽ എന്നെ കൊണ്ടുപോടാ എന്നായിരുന്നു ആ ചെറുപ്പക്കാരൻ്റെ വെല്ലുവിളി. എത്ര വലിയ വിഡ്ഢിത്തമാണത്! തങ്ങളുടെ നേതാക്കൾ വിരട്ടിയാൽ ഭയപ്പെടുന്നവരാണ് കാക്കി ഇട്ടിരിക്കുന്നതെന്ന ധാരണയായിരുന്നു ആ വെല്ലുവിളിക്ക് പിന്നിൽ. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തൻ്റെ ഡ്യൂട്ടി ചെയ്യാനായി ഒരാളെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ അയാൾ ഏത് മാളത്തിൽ ഒളിച്ചാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന സാമാന്യ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയാത്തത്ര വലിയ ബുദ്ധിശൂന്യരാണവൻ. നിയമത്തെ കാറിൻ്റെ സ്റ്റിയറിംഗ് വീലിൽ കെട്ടിയിടാമെന്ന അവൻ്റെ ചിന്തയാണ് അവിടെ തകർന്നണിഞ്ഞത്. പിന്നീട് അവിടെ നടന്നത് കേരള പോലീസിൻ്റെ കൃത്യമായ നടപടിയായിരുന്നു. പോലീസിനെ കയ്യേറ്റം ചെയ്തവരോട് പിന്നെ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് അവർ കൃത്യമായും കാണിച്ചു കൊടുത്തു. ആ ഹീറോയിസം നിമിഷങ്ങൾക്കകം അവിടെ അലിഞ്ഞില്ലാതായി. വാതിൽ വലിച്ചു തുറന്ന് ഒരു പഴംതുണി ചുരുട്ടി എറിയുന്നത് പോലെയാണ് ആ വെല്ലുവിളിച്ചവനെ പോലീസ് ജീപ്പിലേക്ക് വലിച്ചെറിഞ്ഞത്. അറസ്റ്റിന് വഴങ്ങാതെ പോലീസുകാരുമായി മൽപ്പിടുത്തം നടത്തിയിട്ടും സ്വന്തം ശരീരത്തിൻ്റെ വലിപ്പത്തിൽ അഹങ്കരിച്ചിട്ടും നിയമത്തിന് മുന്നിൽ അതൊന്നും വിലപ്പോയില്ല. ജീപ്പിലേക്ക് കയറാൻ വിസമ്മതിച്ച് തല പുറത്തേക്കിട്ട് നിന്ന് അവന് പിന്നിൽ നിന്ന പോലീസുകാരൻ കൊടുത്ത ഒരൊറ്റ ഇടിയിൽ തീർന്നു അതുവരെ അവൻ കാണിച്ച എല്ലാ ഷോയും. അതോടെ മന്ദിച്ചു പോയ ആ യുവാവ് ഒരു മൂർഖൻ പാമ്പ് പത്തി മടക്കുന്നത് പോലെ യാതൊരു എതിർപ്പുമില്ലാതെ ജീപ്പിനകത്തേക്ക് ചുരുണ്ടുകൂടി. അതാണ് നിയമത്തിൻ്റെ കരുത്ത്. ഭരണത്തിന് തണലിൽ എന്തുമാകാമെന്ന് കരുതുന്നവർക്കുള്ള ഏറ്റവും വലിയ മറുപടിയാണത്. ഇനി ഈ അഭ്യാസികളുടെ ഭാവി എന്താണെന്ന് അറിയണ്ടേ? പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം കേരളം മറന്നിട്ടുണ്ടാവില്ല. ആ കേസിലെ പ്രധാന പ്രതികൾ ജാമ്യം പോലും കിട്ടാതെ ഇപ്പോഴും ജയിലിലെ അഴിക്കുള്ളിൽ കിടക്കുകയാണ്. രാജ്യത്തെ നിയമപാലകരെ തങ്ങളുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ ആക്രമിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമാണത്. ഇതേ അവസ്ഥ തന്നെയാകും കഴിഞ്ഞ ദിവസം സ്കൂൾ ഗ്രൗണ്ടിൽ കോപ്രായം കാണിച്ച് പോലീസിനെ വെല്ലുവിളിക്കുകയും മർദ്ദിക്കുകയും ചെയ്ത ഈ വിട്ടികൾക്കും വരാൻ പോകുന്നത് എന്ന് ഉറപ്പാണ്. എന്തായാലും ഈ അവസരത്തിൽ ലീഗിലെ ഈ ചുണക്കുട്ടികൾക്ക് ഒരു കാര്യം ഓർത്ത് ആശ്വസിക്കാം. രാജ്യത്ത് വലിയൊരു ആശയപരമായ പോരാട്ടം നടത്തിയിട്ടോ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ ആ BJP സർക്കാർ തങ്ങളുടെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്ന ED എന്ന അന്വേഷണ ഏജൻസിക്കെതിരെയോ നെഞ്ച് വിരിച്ചു നിന്ന് പ്രതികരിച്ചതിൻ്റെ പേരിലൊന്നുമല്ല തങ്ങൾ ജയിലിൽ പോകുന്നതെന്ന് ഇവർക്ക് സമാധാനിക്കാം. മറിച്ച് ഒരു മഴക്കാലത്ത് പിള്ളേരുടെ സ്കൂൾ ഗ്രൗണ്ടിൽ അതിക്രമിച്ചു കയറി വണ്ടി ഓടിച്ച് കുളമാക്കി പോലീസിനോട് അനാവശ്യമായി ഹീറോയിസം കാണിച്ച് ഒടുവിൽ അവരുടെ കയ്യിൽ നിന്ന് നല്ല പ്ലാഞ്ച് എന്ന അടിയും വാങ്ങി ജീപ്പിലേക്ക് വലിച്ചെറിയപ്പെട്ടതിൻ്റെ പേരിലാണ് അവർ അഴിക്കുള്ളിലാകുന്നത് എന്നോർക്കുമ്പോൾ ഈ ചുണക്കുട്ടികൾക്ക് വല്ലാത്തൊരു ആശ്വാസം ലഭിക്കുമായിരിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരുപക്ഷെ പോലീസ് വന്നപ്പോൾ ആ വാഹനം ഒതുക്കിയിട്ട് ചെയ്ത തെറ്റ് അംഗീകരിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? സ്കൂൾ ഗ്രൗണ്ടിൽ അതിക്രമിച്ച് കയറിയതിനും അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനും മോട്ടോർ വാഹന വകുപ്പോ പോലീസോ ഒരു പെറ്റി കേസ് അടയ്ക്കുകയോ ഫൈൻ ഈടാക്കുകയോ ചെയ്ത് വിടേണ്ടിയിരുന്ന ഒരു ചെറിയ സംഭവമായിരുന്നു അത്. പക്ഷേ അവരുടെ വിഡ്ഢിത്തവും അഹങ്കാരവും ഭരണത്തിൻ്റെ പിൻബലമുണ്ടെന്ന വ്യാജധാരണയും ആ ചെറുപ്പക്കാരുടെ ജീവിതം തന്നെ കുട്ടിച്ചോറാക്കി. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും പോലീസിനെ ആക്രമിച്ചതിനുമുള്ള ജാമ്യമില്ലാ വകുപ്പുകളാണ് ഇപ്പോൾ അവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഒരു ചെറിയ ഫൈനിൽ ഒതുങ്ങേണ്ടിയിരുന്ന കേസ് ഒരു ക്രിമിനൽ കേസായി മാറി ജയിലറയിലേക്ക് വഴി തുറന്നത് ആ സാമാന്യ ബോധമില്ലായ്മ ഒന്നുകൊണ്ട് തന്നെയാണ്. നുണകൾ പറഞ്ഞ് അധികാരത്തിൽ വന്ന ഒരു ഭരണകൂടവും അവർ നൽകിയ പൊള്ളയായ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് നിയമത്തെ വെല്ലുവിളിക്കാനിറങ്ങിയ കുറേ അന്ധരായ അനുയായികളും. ഇത് കേരളത്തിന് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. അധികാരം ആരുടെ കയ്യിലായാലും നുണകൾ നിയമത്തിന് മുകളിൽ പറക്കാൻ കഴിയില്ല എന്ന സന്ദേശം.